ഏറ്റുവാങ്ങിയ സേവനങ്ങളുടെ വിലയറിഞ്ഞ മണ്ണ്. ആ പുണ്യശ്ലോകന്റെ നാമധേയത്തിൽ നിലകൊള്ളുന്ന അറിവിന്റെ ഈ അക്ഷരമുറ്റത്ത് ഇന്ന് സ്നേഹത്തിന്റെയും ആദരവിന്റെയും പുതിയൊരധ്യായത്തിന് തുടക്കമാവുകയാണ്. ഈ കാർഡിനൽ വിദ്യാലയങ്ങളിൽ ഇന്ന് 3 വലിയ ആഘോഷങ്ങൾ ഒത്തുചേരുന്നു. ഏറെ കാത്തിരുന്ന വിദ്യാലയ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം, 49ാം സ്കൂൾ വാർഷികാഘോഷം, അതോടൊപ്പം നമുക്ക് അറിവ് പകർന്നു തന്നു ദീർഘകാലം നമ്മെ സ്നേഹത്തോടെ നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർക്കുള്ള സ്നേഹാദരം. A moment of immense pride and joy for all of us as we inaugurate the Golden Jubilee celebration. It is with delight that we look back at our glorious past and sure we look forward for a bright future. This evening, dear ones, is a beautiful blend of memories, achievements and cultural vibrance. ഈ വർഷം ഔദ്യോഗിക ജീവിതത്തിൽ വിരമിക്കുന്ന സുമം ടീച്ചർ, കൊച്ചുറാണി ടീച്ചർ. പ്രിയ അധ്യാപകരെ, നിങ്ങൾ കേവലം വിദ്യ പകർന്നു നൽകുക മാത്രമല്ല, ജീവിതത്തിന്റെ വലിയ പാഠങ്ങൾ കൂടി പകർന്നു നൽകിയവരാണ്. നിങ്ങൾക്ക് സ്നേഹപ്രണാമം. ഇന്ന് ഈ വേദിയിൽ കലാവിരുന്നുകളും ചിന്തകളും സ്മരണകളും കൈകോർക്കും. ഈ സുന്ദരമായ സായാഹ്നം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. Together, let's make this evening a memorable one. On behalf of the entire Cardinal family, I, Vaiga Sharat, Hamna Meherin and Muhammad Nihal welcome you all to this grand celebration. സ്കൂളിന്റെ നേട്ടങ്ങൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ വിദ്യാലയത്തിന്റെ വളർച്ചയിൽ മുഖ്യ പങ്കുവഹിച്ച ബഹുമാനപ്പെട്ട മാനേജർമാർ, അധ്യാപകർ, അനധ്യാപകർ, മറ്റ് അഭ്യുദയകാംക്ഷികൾ ഏവരെയും നന്ദിയോടെ ഓർക്കുന്നു. അവർ വെറും ക്ലാസ് മുറികളല്ല പണിതത്, മറിച്ച് 1000 സ്വപ്നങ്ങളാണ്. അവർ പാഠഭാഗങ്ങൾ മാത്രമല്ല പഠിപ്പിച്ചത്, നമ്മുടെ ജീവിതങ്ങളെയാണ് വാർത്തെടുത്തത്. ആ ദീർഘദർശികൾ തെളിച്ച വഴിവിളക്കുകൾ നമുക്കെന്നും കരുത്തും കാവലുമാകട്ടെ. We believe that it is your legacy which is the strength and foundation of this institution. Every brick here whispers your name and every heart here carries your light. We bow our heads in reverence. God has been showering His blessings in abundance and His leading us along. Now, when we begin the formal proceedings, let us seek divine grace. Our school choir will now lead us in the prayer song. Ladies and gentlemen, kindly stand for the invocation. Sarvam naikunna satchidanandane sarveganadane kai tolunne kude vasikane taangayennum naikenamenni nindipiyal naikenamennum nindipiyal sarvam naikunna satchidanandane
നമ്മുടെ വിദ്യാലയത്തിന്റെ ലക്ഷ്യങ്ങളെയും അത് നേടിയെടുക്കാൻ നടത്തുന്ന പ്രയത്നങ്ങളെയും വിജയങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാണ് സ്കൂൾ വാർഷിക റിപ്പോർട്ട്. Now, may I invite Sri Benny Jolsa, the school staff secretary, for the report presentation. തൃക്കാക്കര കാർഡിനൽ ഹൈസ്കൂളിൻ്റെ 49ാമത് വാർഷിക ആഘോഷ പരിപാടികളും സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെയും പരിപാടികളുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി മാനേജർ റവറൻ ഫാദർ തോമസ് നങ്ങേലിമാലിൽ, ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപത മെട്രോപൊളിറ്റൻ വികാർ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി, മുഖ്യ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട എറണാകുളം MP ശ്രീ ഹൈബി ഈഡൻ, കാർഡിനൽ മാർ ജോസഫ് പാറേക്കാട്ടിൽ അനുസ്മരണ സന്ദേശം നൽകുന്ന മുൻ മാനേജർ റവറൻ മോൺസിംഗർ വർഗീസ് ഞാളിയത്ത്, ജൂബിലി ലോഗോ പ്രകാശന കർമ്മം നിർവഹിക്കുന്ന കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി അസിസ്റ്റന്റ് മാനേജർ റവറൻ ഫാദർ വർഗീസ് പാലാട്ടി, തൃക്കാക്കര മുനിസിപ്പൽ ചെയർമാൻ ശ്രീ റഷീദ് ഉള്ളംപള്ളി, വാർഡ് കൗൺസിലർ ശ്രീമതി റെമീസ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ശ്രീ തോമസ് സാർ, ഹെഡ് മിസ്ട്രസ് ശ്രീമതി LC ജോസഫ് ടീച്ചർ, LP സ്കൂൾ സെക്ഷൻ ഹെഡ് മിസ്ട്രസ് റവറൻ സിസ്റ്റർ ജോഫിൻ, ശ്രീ PTA പ്രസിഡന്റ് റിൻസി രമേശ്, വൈസ് പ്രസിഡന്റ് ശ്രീ NJ ജോസഫ്, സ്റ്റാഫ് പ്രതിനിധിയായ റവറൻ ഫാദർ എബി എടശ്ശേരി, സ്കൂൾ ലീഡർ കുമാരി ദേവൂട്ടി ES, ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ശ്രീമതി സുമം ജേക്കബ്, ശ്രീമതി കൊച്ചുരാൻ ടീച്ചർ, ജനറൽ കൺവീനർ റവറൻ സിസ്റ്റർ ഷാലി CMC, മറ്റ് വിശിഷ്ടാതിഥികളെ, പ്രിയ സഹപ്രവർത്തകരെ, പ്രിയ രക്ഷകർത്താക്കളെ, പ്രിയ വിദ്യാർത്ഥികളെ, തൃക്കാക്കര പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയെ ലക്ഷ്യമാക്കി 1976 അഭിവന്ദ്യ ജോസഫ് പാറേക്കാട്ടിൽ പിതാവിൻ്റെ പ്രത്യേക പരിഗണന പ്രകാരം സ്ഥാപിതമായതാണ് നമ്മുടെ ഈ വിദ്യാലയം. തൃക്കാക്കരയ്ക്ക് അഭിമാനിക്കാവുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ 2025 പ്രവർത്തന വർഷത്തെ 25-26 പ്രവർത്തന വർഷത്തെ റിപ്പോർട്ട് സവിനയം സമർപ്പിക്കട്ടെ. 2025-26 പ്രവർത്തന വർഷത്തെ പ്രമുഖ നേട്ടങ്ങളെ നമ്മുടെ സ്ക്രീനിൽ ഇവിടെ ദൃശ്യമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. Thank you, Benisa. The visuals on the screen are an initiative of IT department headed by Reverend Father Ebi Adesheri. Dear Father, you surely deserve a loud round of applause. Now, may I request all the dignitaries to come upon the dais. We are blessed with a woman who is a few words but loud action. Our head mistress, Srimadi LC teacher. ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികളെയും സദസ്സിനെയും ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുന്നതിനായി സ്കൂൾ പ്രധാന അധ്യാപിക LC ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥിയും ഉദ്ഘാടകനുമായ എറണാകുളം അങ്കമാലി മേജർ അതിരൂപത വികാർ അഭിവന്യ മാർ ജോസഫ് പാംബ്ലാനി പിതാവേ,
എറണാകുളം അങ്കമാലി കോർപ്പറേറ്റ് മാനേജർ തോമസ് നങ്ങേലിമാലിലച്ച, മോൺസിഞ്ഞോർ വർഗീസ് ഞാളിയത്തച്ച, അസിസ്റ്റന്റ് മാനേജർ ഫാദർ വർഗീസ് പാലാട്ടി, മുനിസിപ്പൽ ചെയർമാൻ ശ്രീ റഷീദ് ഉള്ളംപള്ളി, വാർഡ് കൗൺസിലർ ശ്രീമതി റമീസ, PTA പ്രസിഡന്റ് ശ്രീമതി റിൻസി, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ തോമസ് സാർ, പ്രിയ മാർട്ടിൻ സാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ശ്രേഷ്ഠരായ വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, ഏറ്റവും പ്രിയ കുഞ്ഞുങ്ങളെ, തൃക്കാക്കരയുടെ അഭിമാനമായ ഈ കാർഡിനൽ സ്കൂളിൻ്റെ 49ാമത് വാർഷികവും പ്രിയപ്പെട്ട 2 അധ്യാപകരുടെ യാത്രയപ്പിനുമായിട്ടാണ് കാർഡിനലിൻ്റെ ഈ തിരുമുറ്റത്ത് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഒപ്പം തന്നെ അക്ഷരവീതിയിൽ അനേകായിരങ്ങളെ കൈപിടിച്ചുയർത്തിയ ഈ പുണ്യ കലാലയത്തിൻ്റെ, കാർഡിനൽ വിദ്യാലയത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കാനുമായിട്ടാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. നടന്നു കയറിയ വഴികളിലൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ നേട്ടങ്ങളുടെ, പ്രതിസന്ധികളുടെ ഏറെ കഥകൾ പറയാനുണ്ട്. ജീവിത വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ അനേകം വിദ്യാർത്ഥികൾ ഇന്നിവിടെ സന്നിഹിതരാണ്. അപ്പം അവരെയൊക്കെ ഉന്നത നിലകളിൽ ഉയർത്താൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യമുണ്ട്. 1976 160 കുട്ടികളും 3 അധ്യാപകരുമായി സെയിൻറ്റ് അഗസ്റ്റിൻ സ്കൂളിൻ്റെ ബ്രാഞ്ചായി ഇവിടെ തുടങ്ങിയ ഈ കലാലയം ഇന്ന് 1035 കുട്ടികളും 35 സ്റ്റാഫുമടങ്ങുന്ന വലിയൊരു വിദ്യാക്ഷേത്രമായി ഉയർന്നിരിക്കുന്നു. നേട്ടങ്ങളും മികവുകളും നാം നേടിയ വിജയങ്ങളും ഇവിടെ പ്രഭ ചൊരിഞ്ഞു നിൽക്കുന്നുണ്ട്. അഭിമാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ നിറവിൽ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ ഇക്കാലം അത്രയും വഴി നടത്തിയ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ഒപ്പം സ്ഥാപക പിതാവായ അഭിവന്യ ജോസഫ് കാർഡിനൽ പാറേക്കാട്ടിൽ പിതാവിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ പ്രണാമമർപ്പിക്കാം. അതുപോലെ കാലാകാലങ്ങളിൽ ഈ സ്ഥാപനത്തിൻ്റെ രക്ഷാധികാരികളായി പ്രവർത്തിച്ച അഭിവന്യ പിതാക്കന്മാർ, പാനാപ്പള്ളി അച്ഛൻ മുതലുള്ള ബഹുമാനപ്പെട്ട മാനേജർമാർ, പ്രിയങ്കരനായ പാപ്പസാർ മുതലുള്ള പ്രധാന അധ്യാപകർ, സിസ്റ്റർ അനിത മുതലുള്ള അധ്യാപകർ, അനധ്യാപകർ, ഇവരുടെയെല്ലാം അർപ്പണബോധത്തോടെയുള്ള കഠിനാധ്വാനമാണ് ഈ വിദ്യാലയത്തെ ഇന്ന് ഒരു വലിയ പ്രകാശഗോപുരമായി നിലനിർത്തുന്നത്. ഇത് ഇനിയും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ നമുക്കൊരുമിച്ച് ചേർന്ന് ഈ ജൂബിലി ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ വിശിഷ്ട അതിഥിയും ഉദ്ഘാടകനുമായ അഭിവന്യ ജോസഫ് പാമ്പ്ളാനി പിതാവ് തലശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷനായിരിക്കെ തന്നെ എറണാകുളം മേജർ അതിരൂപതയുടെ വികാറായി നിയമിതനായത് ഒരു വലിയ ദൈവഭാഗ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത്. ദൈവശാസ്ത്ര വിഷയങ്ങൾക്കൊപ്പം മറ്റ് സാമൂഹിക പ്രാധാന്യമുള്ള എല്ലാ വിഷയങ്ങളിലുള്ള ആഴമായ അറിവും പ്രവൃത്തി പരിചയവും അനുഭവ സമ്പത്തും ശാന്തമായ പെരുമാറ്റവും നർമ്മരസം കലർന്ന സംഭാഷണവും പിതാവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളാണ്. മികച്ച എഴുത്തുകാരനും വാഗ്മിയുമായ പിതാവ് പ്രഗത്ഭനായ അധ്യാപകനും ഗവേഷക ഗൈഡും കൂടിയാണ്. വിദ്യാഭ്യാസവും പഠനവുമൊക്കെ ശരികളിലേക്കും സത്യങ്ങളിലേക്കുമുള്ള അന്വേഷണമാണ് എന്ന് പറഞ്ഞിട്ടുള്ള പിതാവ്
അറിഞ്ഞ സത്യങ്ങൾക്ക് വേണ്ടി, ശരികൾക്ക് വേണ്ടി നിലകൊള്ളാനും അതിനുവേണ്ടി എവിടെയും സംസാരിക്കാനും ധൈര്യം കാണിച്ചിട്ടുള്ള പിതാവാണ്. എറണാകുളം അങ്കമാലി കോർപ്പറേറ്റിൻ്റെ കീഴിലുള്ള മികച്ച സ്ഥാപനമായ ഈ കാർഡിനൽ വിദ്യാലയത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തിരിതെളിക്കാനായി അഭിമന്യ പിതാവിനെ ലഭിച്ചത് വലിയ അനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. ഈ അവസരത്തിൽ ഇവിടെ ആയിരിക്കുന്ന മാനേജ്മെൻറ്റ്, സ്റ്റാഫ്, PTA, പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരുടെയും പേരിൽ ഏറെ ഹൃദ്യമായിട്ട് പിതാവിനെ ഈ കാർഡിനൽ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കോർപ്പറേറ്റ് മാനേജർ തോമസ് നങ്ങേലിമാലി അച്ഛൻ കോർപ്പറേറ്റിൻ്റെ കീഴിലുള്ള 70-ൽ പരം സ്കൂളുകളെ മികവിൽ നിന്ന് മികവിലേക്ക് കൈപിടിച്ചുയർത്താനായി അക്ഷീണം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു അപ്പൻ്റെ കരുതലോടെ, ദീർഘവീക്ഷണത്തോടെ, വ്യക്തമായ നിർദ്ദേശങ്ങൾ തന്ന്, തിരുത്തലുകൾ തന്ന്, പ്രോത്സാഹനങ്ങൾ തന്ന് ഞങ്ങളെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാനേജർ ഈ ജൂബിലി ആഘോഷ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ കൂടിയാണ്. ഈ സ്കൂളിന് വേണ്ടിയിട്ട്, ഈ സ്ഥാപനത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെയധികം സൗകര്യങ്ങൾ അച്ഛൻ ഈ അക്കാഡമിക് ഇയറിൽ തന്നെ ഒരുക്കി തന്നിട്ടുണ്ട്. 3-4 ലക്ഷം രൂപ ചെലവാക്കി ഗ്രൗണ്ടിൻ്റെ പുനരുദ്ധാരണം നടത്തി. ഈ ജൂബിലി ആഘോഷ പരിപാടികൾ ഏറ്റവും ആകർഷകമാക്കാനായിട്ട് ഏറെ മാസങ്ങളായി ഞങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനേറ്റവും മാറ്റുകൂട്ടാനായിട്ട് നമ്മുടെ വിദ്യാർത്ഥികളെ തന്നെ ഉൾപ്പെടുത്തി 4-5 ലക്ഷം രൂപയിലധികം മുടക്കിക്കൊണ്ട് മനോഹരമായ ഒരു ബാൻഡ് നമുക്ക് വേണ്ടി അണിയിച്ചൊരുക്കി. അപ്പം അങ്ങനെ എല്ലാ സപ്പോർട്ടും നൽകിക്കൊണ്ട് ഞങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മാനേജറിന് ഏറെ ബഹുമാനത്തോടെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം നേരുന്നു. ആയിരത്തി 1976 കാർഡിനൽ ജോസഫ് പാറേക്കാട്ടിൽ പിതാവാണ് ഈ സ്കൂൾ സ്ഥാപിച്ചത്. സ്ഥാപക പിതാവിനെ കുറിച്ച് അനുസ്മരിച്ചില്ലെങ്കിൽ ഈ ജൂബിലി ആഘോഷമാവില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ പിതാവിനെ കുറിച്ച് അനുസ്മരിക്കുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് ഏറെ അറിയാവുന്ന അനുഭവമുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുൻ വികാർ ജനറലായ പെരിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞൂർ വർഗീസ് ഞാളിയത്തച്ഛനാണ്. അച്ഛൻ ഈ സ്ഥാപനത്തിൻ്റെ മുൻ മാനേജർ കൂടിയാണ്. ആദ്യകാലങ്ങളിൽ ഈ സ്കൂളിനെ ധീരമായി നയിച്ച, ഏറെ കഷ്ടപ്പാടുകൾ അഭിമുഖീകരിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിനെ മുന്നോട്ട് നയിച്ച ശ്രേഷ്ഠമായ, അനുകരണീയമായ, ശാന്തമായ പെരുമാറ്റത്തിനുടമ, പ്രകൃതി സ്നേഹി. എല്ലാത്തിനും ഉപരിയായി 1999 ഈ കോർപ്പറേറ്റ് മാനേജിലേക്ക് എന്നെ അപ്പോയിൻ്റ് ചെയ്ത എൻ്റെ സ്നേഹബഹുമാനപ്പെട്ട മാനേജർ. ഏറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഏറെ ബഹുമാനത്തോടെ വർഗീസ് അച്ഛനെ ഈ യോഗത്തിലേക്ക്, ഈ ജൂബിലി ആഘോഷ പരിപാടികളിലേക്ക് ഏറ്റവും ഹൃദ്യമായി ഞാൻ സ്വാഗതം നേരുന്നു. അടുത്തതായി നമ്മുടെ അസിസ്റ്റൻറ്റ് മാനേജർ വർഗീസ് പാലാട്ടിയച്ഛൻ. 4-5 മാസങ്ങളായിട്ടുള്ളൂ നമ്മുടെ ഈ കോർപ്പറേറ്റിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് ചാർജ് എടുത്തിട്ട്. ഇതിനു മുൻപ് ഏറെ വർഷങ്ങളായിട്ട് നമ്മുടെ അതിരൂപതയുടെ മികച്ച ഹോസ്പിറ്റലുകളിൽ ലിസി LF-ൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടാണ് സേവനം അനുഷ്ഠിച്ചിരുന്നത്. ആ ഒരു ഹോസ്പിറ്റൽ മേഖലയിൽ നിന്ന് ഈ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വന്നിട്ട് ഒട്ടും മോശമല്ലാത്ത രീതിയിൽ കോർപ്പറേറ്റിൻ്റെ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് വിലയിരുത്തി ഞങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട മാനേജറോട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നു. സ്നേഹം നിറഞ്ഞ അച്ഛനെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ റഷീദ് ഉള്ളംപള്ളി.
ഏറെ പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിലാണ് ഈ സ്ഥാനത്ത് എത്തിച്ചേർന്നത്. ആകർഷണീയമായ വ്യക്തിത്വത്തിനുടമ. ഈ നമ്മുടെ ഈ ഒരു ആനുവൽ ഡേ പ്രോഗ്രാമിൽ ആദ്യമായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ശ്രീ റഷീദ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം നേരുന്നു. അതുപോലെ ഇന്നത്തെ നമ്മുടെ വിശിഷ്ട താരങ്ങളായിട്ടുള്ള നമ്മുടെ 2 പ്രിയ അധ്യാപകർ, കൊച്ചുറാണി ടീച്ചറും സുമം ടീച്ചറും. സുമൻ ടീച്ചർ ഹൈസ്കൂൾ ഹിന്ദി അധ്യാപികയാണ്. 25 വർഷത്തെ സുദീർഘമായ സേവനം കാഴ്ചവെച്ചിട്ടാണ് ഇന്ന് വിരമിക്കുന്നത്. അതുപോലെ കൊച്ചുറാണി ടീച്ചർ UP മലയാളം അധ്യാപികയാണ്. ഇവർ 2 പേരും ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ അവസാന നാളുകളിലാണ് അവർ ഇവിടെ എത്തിച്ചേർന്നത്. ഇതിനു മുമ്പ് കോർപ്പറേറ്റിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ നല്ല രീതിയിൽ അവരുടെ സേവനം കാഴ്ചവെച്ചിട്ടുണ്ട്. 2 പേരെയും ഏറ്റവും സ്നേഹത്തോടെ ഇന്നത്തെ നമ്മുടെ ഈ യാത്രയപ്പ് ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം അവരുടെ കുടുംബാംഗങ്ങളായിട്ടുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ കാർഡിനൽ LP HS HSS എന്നും വളരെ സഹവർത്തിത്വത്തിലാണ് കഴിഞ്ഞു പോകുന്നത്. അപ്പം അതിൽ HSSൻ്റെ സാരഥിയായ കരുത്തുറ്റ പ്രിൻസിപ്പൽ ശ്രീ തോമസ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം നേരുന്നു. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നും ഒപ്പം നിൽക്കുന്ന നമ്മുടെ PTA, അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ശ്രീമതി റിൻസി നമ്മോടൊപ്പമുണ്ട്. എന്താവശ്യം പറഞ്ഞാലും അതെല്ലാം മാറ്റിവെച്ച് എപ്പോഴും ഇവിടെ ഓടിയെത്താറുണ്ട്. ഈ കഴിഞ്ഞ വിളംബര ജാഥയിലും ഇവരുടെ സാന്നിധ്യം, സഹകരണം, പ്രവർത്തനങ്ങൾ വളരെ വലുതായിരുന്നു. റിൻസിയെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ രക്ഷിതാക്കളെയും അതുപോലെ PTA-യുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള എല്ലാ റെപ്രസെൻറ്റേറ്റീവ്സിനെയും മുൻ PTA പ്രസിഡൻറ്റിൻ്റെ ഭാരവാഹികളെയും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമുക്ക് ഇത്തവണ നമ്മുടെ 2025 വർഷത്തിൽ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾക്കായിട്ട് ക്യാൻ എന്ന് പറയുന്ന കാർഡിനൽ അലൂമിനി നെസ്റ്റ് എന്ന സംഘടന രൂപീകരിക്കാനായി. അതിന് മാനേജ്മെൻറ്റ് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു. എല്ലാ ഓൾഡ് സ്റ്റുഡൻസും അതിനോട് സഹകരിച്ചു. അപ്പം അതിൻ്റെ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്ന നമ്മുടെ മാർട്ടിൻ സാർ നമ്മുടെ പൂർവ്വ അധ്യാപകനാണ്. അതുപോലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഹയർ സെക്കൻഡറിയുടെ മുൻ പ്രിൻസിപ്പളാണ്. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഇന്നത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആദ്യ ബാച്ച് മുതലുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ സാന്നിധ്യം ഇവിടെ പ്രകടമായിട്ടുണ്ട്. ഈ കാർഡിനലിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ പഠിച്ച് പുറത്തിറങ്ങിപ്പോയ ആദ്യ ബാച്ച് മുതലുള്ള പല വിദ്യാർത്ഥികളും പഠിച്ച ഈ വിദ്യാലയത്തെ സ്വന്തം കുടുംബം പോലെ കണ്ട് വേണ്ട സഹായങ്ങൾ എന്ത് പറഞ്ഞാലും എപ്പോഴും ചെയ്യാൻ സഹായ സന്നദ്ധരായി നമ്മോടൊപ്പമുണ്ട്. വലിയ മുതൽക്കൂട്ടാണ് നമുക്കിത്. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും കൂടെ ഞാൻ ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം നേരുന്നു. പിന്നെ സദസ്സിലിരിക്കുന്ന ഏറെ ശ്രേഷ്ഠരായിട്ടുള്ള മുൻ മാനേജർമാരായിട്ടുള്ള അല്ലാതെയുള്ള വൈദിക ശ്രേഷ്ഠർ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ മുൻ HMs ആയിട്ടുള്ള അധ്യാപകർ, റിട്ടയർ ചെയ്തു പോയവരിവിടെയുണ്ട്. അതുപോലെ നമ്മുടെ കോർപ്പറേറ്റിൻ്റെ വിവിധ സ്ഥാപനങ്ങളിലായിട്ട് സേവനം ചെയ്യുന്ന നിരവധി അനധ്യാപകരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അവസാനമായിട്ട് എൻ്റെ മുമ്പിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട സ്റ്റാഫ് അംഗങ്ങൾ, അവരാണ് എൻ്റെ ബലം. അതിൽ ഫസ്റ്റ് അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന സിസ്റ്റർ ഷാലി നന്ദി അർപ്പിക്കാനായിട്ട് ഇന്നുണ്ട്. എനിക്ക് എല്ലാ കാര്യത്തിലും വേണ്ട ഉപദേശം തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റർ. അതുപോലെ എബി അച്ഛൻ,
ഒരു പ്രഗത്ഭനായ കലാധ്യാപകൻ മാത്രമല്ല, സ്കൂളിൻ്റെ IT കോർഡിനേറ്ററാണ്. പിന്നെ അച്ഛൻ ഇടപെടാത്ത മേഖലകളില്ല, എല്ലായിടത്തും കൃത്യമായി വിലയിരുത്തി ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തന്ന് ഞങ്ങളെ ആത്മീയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അച്ഛൻ ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളുടെയും കൃത്യമായ ഡോക്യുമെൻറ്റേഷൻ നടത്തി അതാത് ദിവസം തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഈ അധ്യയന വർഷത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ ഒരു റീൽ കോമ്പറ്റീഷനിൽ സംസ്ഥാനതല മത്സരമായിരുന്നു അത്. അതിൽ 100 വിദ്യാലയങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടതിൽ നമ്മുടെ വിദ്യാലയം സെലക്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ അത് തയ്യാറാക്കാൻ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചത് നമ്മുടെ ABHനാണ്. അതുപോലെ റിപ്പോർട്ട് അവതരിപ്പിച്ചു നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി, നമ്മുടെ ബെന്നി സാറ്. പിന്നെ ഞാൻ എല്ലാവരെക്കുറിച്ചും പറയുന്നില്ല, എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. എല്ലാവരും അവരുടെ ജോലികൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് സ്മൂത്തായിട്ട് ഭംഗിയായിട്ട് ഇവിടെ പോകാൻ പറ്റുന്നത്. അപ്പം അവരെല്ലാവരും അണിയറയിലൊക്കെ വിവിധ കാര്യങ്ങളിൽ വ്യാപൃതരാണെന്നറിയാം. അപ്പം അവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട്, ഇനി ആരെയെങ്കിലും സ്വാഗതം ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Elsie teacher. Dear teacher, hearty welcome to you to this gathering. കൃത്യമായ ദിശാബോധവും ദീർഘവീക്ഷണവും ഉള്ളൊരു വ്യക്തിത്വം നമുക്കിടയിലുണ്ടെങ്കിൽ നമ്മുടെ യാത്ര കൂടുതൽ സുരക്ഷിതമാണ്. കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ പഠിച്ചറിഞ്ഞ് അതിനനുസരിച്ച് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പ്രബുദ്ധരാക്കുന്നു ഞങ്ങളുടെ സാരഥികൾ. Yes, dear Reverend Manager, your wisdom and leadership have always been our greatest strength for our collective journey ahead. With utmost reverence, may I invite the manager of Ernakulam Angamali Corporate Educational Agency, Reverend Father Thomas Nangeli Malil, for the presidential address. കാർഡിനൽ ഹൈസ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഏറ്റവും ആദരണീയനായ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി, നമുക്കിന്ന് അഭിവന്യ പാറേക്കാട്ടിൽ തിരുമേനിയുടെ അനുസ്മരിച്ച് നമ്മളോട് സംസാരിക്കുന്ന ഏറ്റവും സ്നേഹാദരണീയനായ മോൺസിഞ്ഞോർ വർഗീസ് ഞാളിയത്തച്ച, അസിസ്റ്റൻറ്റ് കോർപ്പറേറ്റ് മാനേജർ ബഹുമാനപ്പെട്ട വർഗീസ് പാലാട്ടിയച്ച, നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ആദരണീയനായ അധ്യക്ഷൻ ശ്രീ റഷീദ് ഉള്ളംപള്ളി, വേദിയിലുള്ള മറ്റ് വിശിഷ്ട അതിഥികളെ, നമ്മുടെ മുൻ മാനേജറായ ബഹുമാനപ്പെട്ട ജോസ് ഇടശ്ശേരിയച്ചൻ, ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി ബഹുമാനപ്പെട്ട ജിൻസ് ഞാണക്കിലച്ചൻ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചിറങ്ങി വീണ്ടും തിരിച്ച് വലിയ ഗൃഹാതുരത്വത്തോടെ തിരിച്ചു വന്നിരിക്കുന്ന നമ്മുടെ പൂർവ്വ അധ്യാപകർ, കുട്ടികളെ, സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ആരംഭിക്കുന്ന സുവർണ ജൂബിലിയുടെ എല്ലാ ആശംസകളും വളരെ സ്നേഹപൂർവ്വം ഞാൻ നേരുന്നു. കാർഡിനൽ സ്കൂളിൻ്റെ നീണ്ട 50 വർഷത്തെ പ്രയാണത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങളിലൊന്ന് അഭിവന്യ കാർഡിനൽ ജോസഫ് പാറേക്കാട്ടിൽ പിതാവിൻ്റേതാണ്. ഈ നാടിനെക്കുറിച്ച് അഭിവന്യ പിതാവിനുണ്ടായിരുന്ന വലിയ ദീർഘവീക്ഷണം, നാടിൻ്റെ വളർച്ചയിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ള പ്രാധാന്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ജീവിതത്തിൻ്റെ ധന്യമായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് കൈപിടിച്ച് നടത്താൻ വേണ്ടി അഭിവന്യ പിതാവ് ഈ നാടിന് നൽകിയ സമ്മാനമാണ് ഈ കാർഡിനൽ ഹൈസ്കൂൾ. ഈ നാട് ആ സമ്മാനം സ്വീകരിച്ചു. അത് നന്നായി വളർത്തി ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു വിദ്യാലയമായി ഇതിനെ വളർത്തിയെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഭിവന്യ പിതാവിൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ഈ നാടിനോടൊപ്പം ഈ വിദ്യാലയവും വളർന്നു. വാസ്തവത്തിൽ ഈ നാടിൻ്റെ നന്മയാണത്. തൃക്കാക്കര പ്രദേശത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഈ നാടും നാട്ടിലെ ഓരോരുത്തരും ഓരോ പ്രാവശ്യവും കണ്ടുമുട്ടുമ്പോൾ എന്തുമാത്രം സ്നേഹാദരവുകളോടെയാണ് നമ്മുടെ ഏതൊരു കാര്യത്തിലും പങ്കുചേരുന്നത്. ഇവിടെ പഠിച്ചവർ തീർച്ചയായിട്ടും അവരുടെ മക്കളെ ഇവിടെ തന്നെ പഠിപ്പിക്കണം എന്നുള്ള ഉറച്ച ബോധ്യത്തോടെ മുമ്പോട്ട് പോകുന്നവരാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതൊരു കാർഡിനൽ ഫാമിലി ആയി മാറുന്നത്. തൃക്കാക്കര പ്രദേശത്തെക്കുറിച്ച് നമ്മുടെ ആധുനിക കവികളിൽ ഒരാളായ
KG ശങ്കരപ്പിള്ള സാറ് അദ്ദേഹത്തിൻ്റെ കൊച്ചിയിലെ വൃക്ഷങ്ങൾ എന്ന് പറയുന്ന കവിത സമാഹാരത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അതിൽ 2 പരാമർശങ്ങൾ വളരെ ശ്രദ്ധേയമാണിത്. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറയുന്ന ഈ കൊച്ചിയിലെ വൃക്ഷങ്ങളിൽ ഒരു കാലത്ത് തൃക്കാക്കര മുതൽ കൊച്ചി തുറമുഖം വരെയുള്ള വഴി ഒരു നേർവര പോലെ വിശ്വാസം നിറഞ്ഞതായിരുന്നു എന്നാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്നത് തൃക്കാക്കര മുതൽ കൊച്ചി തുറമുഖം വരെയുള്ള വഴി ഒരു പഴഞ്ചൊല്ല് പോലെ നാട്ടുവെളിച്ചം നിറഞ്ഞതായിരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പ്രദേശത്തിൻ്റെ നന്മയെക്കുറിച്ചാണ് ഈ കവി പാടുന്നത്. ആധുനിക കാലത്ത് വന്ന മാറ്റങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയുടെ വേഗത്തിനനുസരിച്ച് നാട്ടിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചൊക്കെ പിന്നീട് കവി പാടുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു നാട്ടുവെളിച്ചത്തിൻ്റെ ധന്യമായിട്ടുള്ള ഓർമ്മകൾ കവി പങ്കുവയ്ക്കുകയാണ്. ഈ നാട്ടുവെളിച്ചം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു നേർരേഖ പോലെ വിശ്വാസം നിറഞ്ഞതായിരുന്നു ഈ പ്രദേശം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ നാടിൻ്റെ വലിയ സംസ്കൃതിയെക്കുറിച്ചാണ്. ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒരുമിച്ച് ചേർന്ന് പരസ്പരം പ്രോത്സാഹിപ്പിച്ച് വളർത്തി അങ്ങനെ സ്നേഹത്തിൻ്റെ നിലയ്ക്കാത്ത ഒഴുക്കായിട്ട് നാട്ടുവെളിച്ചത്തിൻ്റെ പ്രത്യേകത അതാണ്. ഈ കൃത്രിമമായിട്ട് വെളിച്ചങ്ങളൊന്നുമില്ലാതെ നാടിൻ്റെ നിലാവ് പോലെ അല്ലെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ നാടിൻ്റെ അറിവിൻ്റെ വിജ്ഞാനത്തിൻ്റെ ഒക്കെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വെളിച്ചമാണത്. അങ്ങനെ അന്ധകാരത്തെ മുഴുവൻ മാറ്റുന്ന നാട്ടുവെളിച്ചത്തിൻ്റെ നന്മകളാൽ നിറഞ്ഞ ഈ പ്രദേശത്ത് പിതാവ് കൊളുത്തുവെച്ച ഈ വിളക്ക് അത് അക്ഷരദീപം പടർന്ന് പന്തലിച്ച് ഒരുപക്ഷെ ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ വിദ്യാഭ്യാസ തൃഷ്ണയെ വളർത്തുന്ന ഒന്നായി ഇത് മാറി. 50 വർഷം നമ്മൾ എത്തി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ നാട് നൽകിയ വലിയ സ്നേഹത്തെക്കുറിച്ചുള്ള ഓർമ്മയോടെ പിതാവ് അർപ്പിച്ച വിശ്വാസത്തിനനുസരിച്ച് ഈ നാട് തിരിച്ചു നൽകിയ സ്നേഹത്തിൻ്റെ ധന്യമായിട്ടുള്ള ഓർമ്മകളാണ് നമ്മൾ കൊണ്ടാടുന്നത്. ഈ നാടിനും ഇതിനോട് ഈ വിദ്യാലയത്തോട് ചേർന്ന് പ്രവർത്തിച്ച എല്ലാവരോടുമുള്ള സ്നേഹാദരവുകൾ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ്. ഒത്തിരി ഓർമ്മകളുടെ സുഗന്ധവും ഒരുപക്ഷെ നമുക്ക് ഇനിയും എത്തിപ്പിടിക്കാനുള്ള സ്വപ്നങ്ങളുടെ വലിയ തിളക്കമൊക്കെ ആയിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നടത്തിയ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ അറിവിൻ്റെ തീർത്ഥാടനത്തിൻ്റെ ഒത്തിരി വിജയത്തിൻ്റെ കഥകൾ നമുക്ക് പറയാനുണ്ട്. ഇവിടെ ഹെഡ്മിസ്ട്രസ് ഓർമ്മിച്ചതുപോലെ നമ്മുടെ ധന്യരായിട്ടുള്ള പിതാക്കന്മാരും നമ്മുടെ ഈ ഓഫീസ് മുറിയിൽ മുകളിൽ സൂക്ഷിച്ചിട്ടുള്ള നമ്മുടെ മുൻ മാനേജർമാരുടെ ചിത്രങ്ങളുണ്ട്. പാനാപ്പള്ളി അച്ഛൻ മുതൽ അങ്ങ് ധാരാളം പ്രഗത്ഭരായിട്ടുള്ള മാനേജർമാരാൽ നയിക്കപ്പെട്ട ഈ കലാലയം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഈ നാടിനോട്, വിദ്യാർത്ഥികളോട്, വളരുന്ന തലമുറയോട് ഒക്കെ ഏറെ ആദരവോടും സ്നേഹത്തോടും കരുതലോടും കൂടി ഒരുമിച്ച് ചേർന്നാണ് വളർന്നത്. അതുകൊണ്ട് ഈ വിദ്യാലയത്തോട് ചേർന്ന് പ്രവർത്തിച്ച എല്ലാവരോടുമുള്ള ആദരവും സ്നേഹവും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ്. ഈ 50 വർഷക്കാലം ഈ വിദ്യാലയം കെട്ടിപ്പടുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത, ദീർഘവീക്ഷണം ചെയ്ത എല്ലാവരോടും ഉള്ള ആദരവ് ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പൂർവ്വ അധ്യാപകരൊക്കെ ഇവിടെയുണ്ട്. നമ്മൾ ഈ അവസരത്തിൽ തീർച്ചയായിട്ടും ആദ്യത്തെ ഹെഡ് മാസ്റ്റർ പാപ്പു സാറിനെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. സാറിന് ശാരീരിക അസ്വസ്ഥതകൾ മൂലം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ ഏറ്റവും അടുത്ത സമയം സാറിൻ്റെ വീട്ടിൽ പോയി ആദരവ് പ്രകടിപ്പിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള ഹൈക്കോടതി ജസ്റ്റിസ് സിയാദ് റഹ്മാൻ സാറിനോട് നമ്മൾ ഒരു വാക്ക് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം വീട്ടിലെത്തി ആദരവ് പ്രകടിപ്പിക്കാൻ ഏത് സമയത്ത് വിളിച്ചാലും വരാൻ തയ്യാറാണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം നമ്മുടെ പ്രഗത്ഭരായിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഈ വിദ്യാലയത്തെ വളർത്തിയ അധ്യാപകർ, പിതാവിൻ്റെ സ്വപ്നങ്ങൾ നെഞ്ചിൽ പേറി ഇവിടെ വന്നവർ, പിന്നീട് അനന്തര തലമുറകൾക്ക് പങ്കുവെച്ച് നൽകിയ ആ സ്വപ്നങ്ങളുടെ തീവ്രത, അതിനനുസരിച്ച് നമ്മൾ നടത്തിയ വലിയ പരിശ്രമങ്ങളുടെ ചരിത്രമാണിത്. അതുകൊണ്ട് ഇവിടെ സേവനം ചെയ്തു പോയ എല്ലാവരെയും ഏറെ ആദരവോടെ ഓർക്കുന്നു. കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി ഈ വിദ്യാലയത്തെ വളർത്തിയെടുത്ത എല്ലാവരെയും, നമ്മുടെ രാഷ്ട്രീയ അധികാരികൾ, നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ഇവിടെ നമ്മുടെ വേദിയിലുണ്ട്, നമ്മുടെ MP-മാരും MLA-മാരും. MP ഇന്ന് MLA-യും വരാത്തത് അവരുടെ ബജറ്റ് സമ്മേളനത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അപ്പം അത്തരത്തിൽ ഈ നാട്ടിലെ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നാളുകളിൽ നമ്മൾ ഇന്നലെകളിൽ സ്വന്തമാക്കിയ അറിവുകളുടെയും അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, വിദ്യാഭ്യാസത്തിൻ്റെ വലിയ നിറവിന് വേണ്ടിയിട്ട് ഈ കലാലയത്തിൻ്റെ മുറ്റത്ത് നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടാൻ സാധിക്കും. അല്ലെങ്കിൽ നാളുകളിൽ അത്തരത്തിൽ നമുക്കൊന്നുകൂടി നമ്മളെ തന്നെ പുനർസമർപ്പിക്കുന്ന ദിവസമാണെന്ന്, നമ്മുടെ കുട്ടികളുടെ കൂടുതൽ നന്മയ്ക്ക് വേണ്ടിയിട്ട്.
അപ്പം അത്തരത്തിൽ കൂടുതൽ സജീവമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ വേദിയിൽ അഭിമന്യ പാമ്പ്ളാനി പിതാവുണ്ട്. പിതാവ് കഴിഞ്ഞ ബോർഡ് മീറ്റിങ്ങിൽ നമുക്ക് സാധിക്കുമെങ്കിൽ ഈ വിദ്യാലയത്തിൻ്റെ മുറ്റത്ത് ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം പണിയണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മൾ പ്രകടിപ്പിച്ചപ്പോൾ പിതാവ് അതിന് എല്ലാ അനുഗ്രഹ ആശംസകളും അനുവാദവും പിതാവ് തന്നിട്ടുണ്ട്. നമുക്ക് പക്ഷേ മാനേജ്മെൻറ്റ് മാത്രം വിചാരിച്ചാൽ തീരുന്ന ഒന്നല്ല. എല്ലാവരും ചേർന്ന് ഈ വിദ്യാലയത്തിലെ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ മാതാപിതാക്കളും എല്ലാവരും ചേർന്ന് നമ്മുടെ അടുത്ത സുവർണ ജൂബിലിയുടെ സമാപന ആഘോഷമാകുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷയും പ്രാർത്ഥനയും. ആ വിധത്തിൽ നമ്മുടെ പുരോഗതിയെ വളർച്ചയൊക്കെ വളരെ പൈതൃകമായിട്ടുള്ള സ്നേഹവാത്സല്യങ്ങളോടെ അടുത്ത് നിന്ന് കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് അഭിമന്യ പാമ്പ്ളാനി പിതാവ്. മോൺസിഞ്ഞോർ വർഗീസ് ഞാളിയത്തച്ഛൻ ഈ വിദ്യാലയത്തിൻ്റെ മാനേജരായിരുന്നുകൊണ്ട് ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിച്ച ആളാണ്. ഇടശ്ശേരിച്ചനും ഒക്കെ നമ്മുടെ കൂടെയുണ്ട്. ഇവിടെയുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി അവരുടെ എല്ലാം വളരെ പൈതൃകമായിട്ടുള്ള വാത്സല്യത്തിനും സാന്നിധ്യത്തിനുമൊക്കെ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. നമ്മുടെ 2 അധ്യാപകർ ബഹുമാനപ്പെട്ട സുമൻ ടീച്ചറും കൊച്ചുറാണി ടീച്ചറും നമ്മുടെ ഇടയിൽ നിന്ന് വേർപിരിയുകയാണ് ഈ വർഷം. സുമൻ ടീച്ചർ ഹിന്ദി അധ്യാപികയായിരുന്നു. കൊച്ചുറാണി ടീച്ചർ UP-യിലാണ് പഠിപ്പിച്ചിരുന്നത്. ഇവരുടെ 2 പേരുടെയും ഈ കാലങ്ങളിൽ ഒക്കെ പലവിധ ആവശ്യങ്ങൾക്കായിട്ടൊക്കെ ബന്ധപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കോർപ്പറേറ്റിൻ്റെ വിശാലമായിട്ടുള്ള താല്പര്യങ്ങളെ നെഞ്ചിലേറ്റി പ്രവർത്തിക്കാനായിട്ട് ഓരോ സന്ദർഭങ്ങളിലും ആവശ്യമായ വിധത്തിൽ അവർക്ക് ഏൽപ്പിക്കപ്പെടുന്ന വിദ്യാലയങ്ങളിൽ അവരുടെ കഴിവ് ഒരുപക്ഷെ ഒരു അമ്മ മനസ്സോടെ തങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചതിൻ്റെ ധന്യമായിട്ടുള്ള ഓർമ്മകളുമായിട്ടാണ് അവർ നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. ഈ അടുത്ത നാളുകളിലൊക്കെ ഇടപഴകുമ്പോഴൊക്കെ വളരെ സ്നേഹത്തോടും താല്പര്യത്തോടും ഒക്കെ 2 പേരും നമ്മുടെ വിദ്യാലയത്തോട് ഏറെ സജീവമായിട്ട് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും തങ്ങളുടെ പങ്ക് കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ തക്ക വിധത്തിൽ നമ്മളോട് ഏറ്റവും ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട സുമൻ ടീച്ചറിനും കൊച്ചുറാണി ടീച്ചറിനും ഏറ്റവും ആദരവോടെ എല്ലാ ആശംസകളും നേരുന്നു. നമ്മുടെ ഈ കോർപ്പറേറ്റ് ഏജൻസിയോട് കാണിച്ചിട്ടുള്ള സ്നേഹാദരങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ സേവനങ്ങൾക്കും ഹൃദയപൂർവ്വം ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട എൽസ ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ അധ്യാപകരും PT അംഗങ്ങളും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും ചേർന്ന് ഒരുക്കുന്ന ഈ സ്നേഹ സംസ്കാരം, കാർഡിനൽ കുടുംബം എന്ന് പറയുന്ന ഒരു ആഴമേറിയ വികാരം അത് നാളുകളിൽ നമുക്ക് കൂടുതൽ നന്മയായി ഭവിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മൾ ഇന്ന് ആരംഭിക്കുന്ന ഈ സുവർണ ജൂബിലിയുടെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. Thank you, Reverend Father Thomas Nangelimayil, for your inspiring words. നമ്മുടെ വാർഡ് കൗൺസിലർ റമീസ മാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വെൽക്കം ദിയ മാം. We are always fortunate to have many eminent personalities to grace our special future. നമ്മുടെ വിദ്യാലയ സുവർണ ജൂബിലിയുടെ ആരംഭം കുറിക്കുന്ന ഈ അവിസ്മരണീയ നിമിഷത്തിൽ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് സഭയുടെയും സമൂഹത്തിൻ്റെയും കരുത്തുറ്റ വ്യക്തിത്വത്തിനുടമ അഭിവന്യ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പമ്പ്ളാനി പിതാവ്. We are honored to have a guest who is a rare blend of academic brilliance, pastoral leadership and social commitment. പാവപ്പെട്ടവൻ്റെയും കർഷകൻ്റെയും ശബ്ദമായി മാറുന്ന പിതാവ് ആത്മീയതയെയും സാമൂഹ്യ പ്രതിബദ്ധതയെയും എങ്ങനെ സമന്വയിപ്പിക്കാം എന്ന് കാട്ടിത്തരുന്നു. A scholar of immense depth, a powerful orator and a true shepherd of people. യുവ മനസ്സുകളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയും ആ സ്വപ്നങ്ങളിലേക്ക് നടന്നു കയറാൻ അവർക്ക് കരുത്തു പകരുകയും ചെയ്യുന്ന ദീർഘദർശി. പിതാവേ, ഈ ചടങ്ങിൽ അങ്ങയുടെ മഹനീയ സാന്നിധ്യം ഞങ്ങൾക്കേറെ അഭിമാനവും അനുഗ്രഹവുമാണ്. We most respectfully welcome the Metropolitan Vicar of Major Archieparchy of Ernakulam Angamali, His Excellency Ma Joseph Pamblani, for inaugural address and inauguration. ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ റവറൻഡ് ഫാദർ തോമസ് നങ്ങേലിമാലിൽ, അഭിവന്യ കാർഡിനൽ പാറേക്കാട്ടിൽ പിതാവിനെ അനുസ്മരിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മോൺസിഞ്ഞോർ വർഗീസ് ഞാളിയത്തച്ഛ, നമ്മുടെ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീ റാഷിദ് ഉള്ളംപള്ളി, സ്കൂളിൻ്റെ അസിസ്റ്റൻ്റ് മാനേജർ റവറൻഡ് ഫാദർ വർഗീസ് പാലാട്ടിയച്ച,
സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി LC ജോസഫ്, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ആദരണീയരായ വ്യക്തിത്വങ്ങളെ, വളരെ ധന്യമായ ഒരു ചടങ്ങിലാണ് നാം പങ്കുചേരുക. ഒരു സ്കൂൾ വാർഷികത്തിന് പങ്കെടുക്കുക സാധാരണ ബിഷപ്സ് പോകാറില്ല. തലശ്ശേരിയിലും ഞാൻ സ്കൂൾ വാർഷികങ്ങൾക്ക് പോകാറില്ല. കാരണം സ്കൂൾ വാർഷികങ്ങൾ പതിവായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ സ്കൂളിൻ്റെ ജൂബിലിയിൽ പങ്കെടുക്കാൻ എനിക്ക് വലിയ താല്പര്യമുണ്ടായത് ഇതിൻ്റെ പേരിന് കാരണഭൂതനായ അഭിവന്യ മാർ ജോസഫ് പാറേക്കാട്ടിൽ പിതാവിൻ്റെ പുണ്യസ്മരണ ഈ സ്കൂളിലുണ്ട് എന്നുള്ളതുകൊണ്ട്. കാരണം കേരളത്തിലെ സാമൂഹിക വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ വലിയ നവോത്ഥാനത്തിന് തിരിതെളിച്ച ക്രാന്തദർശിയാണ് പ്രിയപ്പെട്ട ജോസഫ് പാറേക്കാട്ടിൽ പിതാവ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പിതാവിനെ ഏറ്റവും അടുത്തറിയാവുന്ന മോൺസിഞ്ഞൂർ വർഗീസ് ഞാളിയത്തച്ഛൻ ഇത് അഭിവന്യ പിതാവിനെ അനുസ്മരിച്ച് സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ ആ ഒരു ശ്രമത്തിലേക്ക് മുതിരുന്നില്ല. വാസ്തവത്തിൽ നേതൃത്വം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഉദാത്തമായ മാതൃകയാണ് അഭിവന്യ പിതാവ് എന്ന് നമുക്കറിയാം. നേതൃത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ചില മനഃശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് 3 തരം നേതാക്കന്മാരുണ്ട് എന്നാണ്. ഒന്ന് ആൽഫ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവ വളരെ സർവാധിപതികളാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല തീർച്ചയായും തീരുമാനമുണ്ട്. അവരാരെയും കേൾക്കാറില്ല, ആരുടെ അഭിപ്രായം ചോദിക്കാറുമില്ല. അവരെല്ലാം ഏകപക്ഷീയമായി ചെയ്യുന്നവരാണ്. അത്തരത്തിലുള്ള അതിസമർത്ഥന്മാരായ ലീഡേഴ്സ് മറ്റാരെയും കേൾക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് തീരുമാനങ്ങളുണ്ട്, പെട്ടെന്ന് കാര്യക്ഷമമായി അവർ കാര്യങ്ങൾ നടത്തുന്നവരുമാണ് എന്നുള്ളത് ഗുണമാണ്. പക്ഷേ അവരുടെ ഏകാധിപത്യ സ്വഭാവം ഒരുപാട് പേരെ വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യും. വാസ്തവത്തിൽ അങ്ങനത്തെ നേതാക്കന്മാർ ഇന്ന് നമുക്ക് ഭരണാധികാരികൾ അടക്കം കാണാൻ സാധിക്കും. ആരാണെന്ന് പറഞ്ഞ് ഞാൻ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊരു തരം നേതൃത്വമാണ്. രണ്ടാമത്തെ നേതൃത്വം എന്ന് പറയുന്നത് ബീറ്റ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അവർ എല്ലാവരുമായിട്ട് കൂടിയാലോചനകളിലൂടെ മാത്രമേ അവരെല്ലാ കാര്യങ്ങളും ചെയ്യുകയുള്ളൂ. ഈ കൂടിയാലോചന കൂടി കാര്യങ്ങൾക്കൊന്നും തീർച്ചയായും തീരുമാനമില്ലാത്ത അവസ്ഥയിൽ അവർ കാര്യങ്ങൾ എത്തിക്കൂ എന്നുള്ളതാണ് ഒരു പ്രശ്നം. എന്നാൽ ഐഡിയൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒമേഗ ലീഡർഷിപ്പ് എന്നാണ് അതിന് മനഃശാസ്ത്രം പറയുക. അതിൽ ഈ ആൽഫയുടെയും ബീറ്റായുടെയും ഗുണങ്ങൾ അന്തർലീനമാണ്. എന്ന് പറഞ്ഞാൽ അവർ കൂടിയാലോചിക്കും, മറ്റുള്ളവരെ പരിഗണിക്കും, അതേസമയം കൃത്യമായ ദർശനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ലീഡർഷിപ്പിൻ്റെ വ്യത്യാസം. ഈ ലോകത്തിൽ അത്ഭുതകരമായ സംഭാവനകൾ ചെയ്തിട്ടുള്ളവരെല്ലാം ഈ കാറ്റഗറിയിൽപ്പെട്ട ലീഡേഴ്സാണ്. അത്തരത്തിലുള്ള ഒരു വലിയ ലീഡറായിരുന്നു നമ്മുടെ കാർഡിനൽ പാറേക്കാട്ടിൽ പിതാവ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് മഹാരഥന്മാരുടെ ഗണത്തിലാണ് കേരളം പാറേക്കാട്ടിൽ പിതാവിനെ അനുസ്മരിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുതയാണ്. ഈ സ്കൂള് രണ്ടാമതായി ഇന്ന് നമ്മൾ 2 അധ്യാപകരെ ഇവിടെ അനുസ്മരിക്കുകയാണ്. നമ്മുടെ 2 പ്രിയപ്പെട്ട അധ്യാപകർ തങ്ങളുടെ അധ്യാപനം പൂർത്തിയാക്കി ഈ വിദ്യാലയത്തിൻ്റെ പടിയിറങ്ങുകയാണ്. ശ്രീമതി സുമം ജേക്കബും
ശ്രീമതി കൊച്ചുറാണി ടീച്ചർ. ഈ 2 അധ്യാപികമാർ, അവരെ കണ്ടാൽ റിട്ടയർ ചെയ്യാൻ പ്രായമായി എന്നാരും പറയുകയില്ല, VRS എടുത്തതാണെന്നേ തോന്നുള്ളൂ. പക്ഷേ അവർ സർക്കാരിൻ്റെ നിയമപ്രകാരം റിട്ടയർമെൻറ്റ് ഏജിലെത്തി എന്നുള്ളത് കൊണ്ട് അവർ മാറുകയാണ്. പ്രിയപ്പെട്ട അധ്യാപികമാരെ, നിങ്ങൾ 2 പേരും ഈ കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിക്കും അതുപോലെ ഈ കാർഡിനൽ സ്കൂളിനും ചെയ്ത വലിയ സംഭാവനകളെ മുൻനിർത്തി നിങ്ങൾക്ക് ഹൃദയപൂർവ്വം എല്ലാ നന്മകളും ഭാവുകങ്ങളും ആശംസിക്കുന്നു. നമ്മുടെ അധ്യാപകർക്ക് നല്ലൊരു കയ്യടി നമുക്ക് നൽകിക്കൊണ്ട് അവരോടുള്ള നമ്മുടെ സ്നേഹവും കടപ്പാടും നമുക്കറിയിക്കാം. പ്രിയപ്പെട്ടവരെ, ജൂബിലി വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ വലിയ നേട്ടങ്ങൾ ഈ സ്കൂൾ വഴി ഈ ദേശത്തിന് മുഴുവനും ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഞാൻ മലബാറുകാരനും ഞങ്ങളുടെ നാട്ടുകാരനുമായ ടി പത്മനാഭൻ സാറിൻ്റെ ഒരു കഥ പറഞ്ഞ് ഈ പ്രസംഗം അവസാനിപ്പിക്കും. പത്മനാഭൻ സാറിൻ്റെ ഒരു കഥയുടെ പേര് പള്ളിക്കുന്ന് എന്നാണ്. ടി പത്മനാഭൻ്റെ കഥകൾ വായിക്കാത്തവർ മലയാളികളുടെ കൂട്ടത്തിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. പള്ളിക്കുന്ന് എന്ന് പറഞ്ഞാൽ കണ്ണൂർ സെൻട്രൽ ജയിലിരിക്കുന്ന ആ പ്രദേശത്തിൻ്റെ പേരാണ് പള്ളിക്കുന്ന് എന്ന് പറയും. ഈ പള്ളിക്കുന്നിൽ ആണ് പത്മനാഭൻ സാറിൻ്റെയും വീട്. അതുകൊണ്ട് ആ സ്വന്തം ആത്മകഥ പോലെ അദ്ദേഹം എഴുതിയ ഒരു ചെറുകഥയാണ് നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടാകും. കഥ ഇങ്ങനെയാണ്. പത്മനാഭൻ ഇങ്ങനെ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നടക്കും. സമയത്തും കാലത്തും വീട്ടിൽ വരിക. വീട്ടിൽ അമ്മ ഒറ്റയ്ക്കാണ്. അമ്മ പറയും, മകനെ നീ ഒരു വെളിച്ചം കൊണ്ടുപോവാ, ഈ കാട്ടിക്കട, ഈ ഊടുവഴിക്കട, റോട്ടിൽ നിന്ന് കുറേ ദൂരം ഊടുവഴിയിലൂടെ നടക്കണം അദ്ദേഹത്തിൻ്റെ വീടെത്തണമേ. ഇങ്ങനെ രാത്രിയിൽ നടന്നാൽ വല്ല ഇഴജന്തുക്കളും കടിക്കുകയില്ല, നീ മാത്രമേ എനിക്കൊരാശ്രയമുള്ളൂ, നീ ഇങ്ങനെ ഉഴപ്പരുത്. പത്മനാഭൻ പ്രായത്തിൻ്റെ തിളപ്പ് കൊണ്ട് ഇതൊന്നും മൈൻഡ് ചെയ്യൽ. നമ്മൾ പിള്ളേർ മാതാപിതാക്കളുടെ ആശങ്കകളെ കാര്യമായൊന്നും പരിഗണിക്കുകയില്ല. അവസാനം പറഞ്ഞ് സഹികെട്ട് ഈ അമ്മ ഒരു കാര്യം ചെയ്തു. ഇവൻ റോഡിറങ്ങി ഇടവഴിയിലേക്ക് ഇറങ്ങുന്ന ആ സ്റ്റെപ്പേൽ ഒരു വിളക്ക്, ഒരു അരിക്കലാമ്പെന്ന് പറയും, പഴയ സംവിധാനത്തിൽ ചില്ലിട്ട ഒരു വിളക്കാണ്. ആ വിളക്കേൽ അമ്മ ഒരു സ്ലിപ്പ് എഴുതി വെച്ചു, പത്മനാഭ നീ വീട്ടിലേക്ക് വരുമ്പോൾ ഈ വിളക്കും എടുത്തുകൊണ്ട് വരണം എന്ന്. പത്മനാഭൻ സാറ് കഥയിൽ പറയുന്ന ഇങ്ങനെയാണ്, അമ്മ അന്ന് കൊളുത്തി വെച്ച വിളക്ക് പള്ളിക്കുന്നിലെ ഇടവഴിയിലെ സ്റ്റെപ്പിൽ വെച്ച വിളക്കായിരുന്നില്ല, എൻ്റെ ജീവിതത്തിൽ ഉടനീളം പ്രകാശം പരത്തിയ ഒരു വിളക്കായിരുന്നു അത്. ശരിക്കും ചില മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ദർശനങ്ങൾ നമുക്കെല്ലാവർക്കും നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് വെളിച്ചം പകരാൻ പര്യാപ്തമാണ്. മഹാത്മാഗാന്ധി എന്ന മനുഷ്യൻ്റെ ദർശനം കൊളുത്തിവെച്ച വിളക്ക് ഈ നാടിന് എത്രമേൽ വലിയ പുണ്യമായി മാറി എന്ന് നമ്മൾ തിരിച്ചറിയും. ശരിക്കും ഈ കാർഡിനൽ സ്കൂള് ഈ ദേശത്തെ സകലമാന മനുഷ്യർക്കും വേണ്ടി കാർഡിനൽ പാറേക്കാട്ടിൽ പിതാവ് കൊളുത്തിവെച്ച വിളക്കാണ്. ഈ വെളിച്ചത്തിൽ മഹാരഥന്മാർ തങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം കണ്ടെത്തി. ഈ വെളിച്ചത്തിൽ പഠിച്ചിറങ്ങിയവർ ജീവിതത്തിൻ്റെ തുറകളിൽ വൻ നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് നാം അറിയുന്നു, അഭിമാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വെളിച്ചത്തിൽ ജീവിച്ചപ്പോഴാണ് ഇവിടെ ജാതിക്കും മതത്തിനും വർണ്ണത്തിനും അതീതമായി നാം എല്ലാവരും ഒരമ്മയുടെ മക്കളാണെന്ന അവബോധത്തോടെ ജീവിക്കാൻ കഴിഞ്ഞത്. ക്രിസ്ത്യൻ മിഷനറിമാർ പള്ളിക്കൂടങ്ങൾ തുടങ്ങിയത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ 1803 ലണ്ടൻ മിഷണറിമാരാണ് കേരളത്തിൽ ആദ്യമായി ആധുനിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയത്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്.
അതുവരെയും വിദ്യ എന്നത് സവർണ ജാതിക്കാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അവർണൻ വിദ്യ അഭ്യസിച്ചാൽ ശൂദ്രമക്ഷര സംയുക്തം ദൂരിത പരിവർജയത് എന്നായിരുന്നു അക്കാലത്തെ ആപ്തവാക്യം. അക്ഷരം പഠിച്ച ശൂദ്രൻ്റെ ചെവിയിൽ ഈയമൊരുക്കി ഒഴിച്ച നാടായിരുന്നു കേരളമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിശയം തോന്നും. പക്ഷേ അതൊരു സത്യമായിരുന്നു. അപ്രകാരമുള്ള ഈ നാട്ടിൽ മിഷണറിമാർ തുടങ്ങിയ പള്ളിക്കൂടത്തിൽ സകലമാന ജാതി മനുഷ്യരെയും നിരത്തിയിരുത്തി അവർ വിദ്യ പകർന്നു കൊടുത്തു. ഇതിൽ കുപിതരായ സവർണര് ആദ്യത്തെ 9 പള്ളിക്കൂടങ്ങൾ തീവച്ച് നശിപ്പിച്ചു എന്നാണ് കേരള ചരിത്രത്തിൽ നമ്മൾ വായിക്കുക. മിഷണറിമാർ പറഞ്ഞു, നിങ്ങൾ 9 അല്ല 99 പള്ളിക്കൂടം തീവച്ചാലും ഞങ്ങൾ വിദ്യാഭ്യാസം നൽകുന്നെങ്കിൽ അത് മനുഷ്യത്വത്തിനുള്ള ശുശ്രൂഷയാണ്. എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമാണ്. അതിനാൽ എല്ലാ മനുഷ്യർക്കും തുല്യ മഹത്വമുണ്ട്. എല്ലാവർക്കും തുല്യ വിദ്യാഭ്യാസ അവകാശമുണ്ട്. മിഷണറിമാരുടെ ഈ നിർബന്ധ ബുദ്ധിയുടെ നിലപാടാണ് കേരളത്തിന് നവോത്ഥാനത്തിന് തിരിതെളിച്ചത് എന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം. കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ പൈതൃകം അവകാശപ്പെടാൻ ഇന്ന് ഒട്ടനവധി ആളുകളുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും, ജാതി വ്യവസ്ഥ ഈ മണ്ണിൽ നിന്ന് പടിയിറങ്ങിപ്പോയതിൻ്റെ പിന്നാമ്പുറത്ത് ഈ മിഷണറിമാരുടെ ദീർഘവീക്ഷണം, ക്രാന്തദർശനമുണ്ടായിരുന്നുവെന്ന്. ഒരേ പള്ളിക്കൂടത്തിലെ പിള്ളേർ വ്യത്യസ്ത വേഷങ്ങൾ ധരിച്ചു വന്ന ജാതി തിരിഞ്ഞിരിക്കാൻ തുടങ്ങിയപ്പോൾ ബ്രാഹ്മണ പിള്ളേർ പൂണൂല് ധരിച്ചു, ക്ഷത്രിയ പിള്ളേർ സ്വർണത്തിൻ്റെ വളയും തളയും ധരിച്ചു വന്ന് പള്ളിക്കൂടങ്ങളിൽ ഇരിപ്പ് തുടങ്ങി. വൈശ്യൻ്റെ പിള്ളേർക്ക് മുട്ടോളം എത്തുന്ന തോർത്തെടുക്കാമെങ്കിൽ ശൂദ്രൻ്റെ കുഞ്ഞുങ്ങൾക്ക് വാൽനീളമുള്ള അരക്കച്ച മാത്രം അവകാശമായിരുന്ന കാലത്ത് ക്രാന്തദർശിയായ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ് ലോകത്താദ്യമായി പള്ളിക്കൂടങ്ങളിൽ സ്കൂൾ യൂണിഫോം എന്ന ആശയം കൊണ്ടുവന്നത്. ഒരു പള്ളിക്കൂടത്തിലെ എല്ലാ വിദ്യാർത്ഥികളും ഒരേ വേഷം ധരിച്ചു വരിക. ഇന്ന് അതൊരു ആഡംബരത്തിൻ്റെയോ സ്കൂളിൻ്റെ പ്രൗഢിയുടെയോ ചിഹ്നമായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടാകാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പിന്നിലൊരു ദർശനമുണ്ട്. ഒരു രാഷ്ട്രനിർമ്മാണ ദർശനമാണ്. ഒരു പള്ളിക്കൂടത്തിലെ വിദ്യാർത്ഥിയെ കണ്ടാൽ അവൻ്റെ ജാതിയും മതവും ആരും തിരിച്ചറിയരുത്. എല്ലാവരും ഒരമ്മയുടെ മക്കളെ പോലെ ഒരു വിദ്യാലയത്തിൽ പഠിച്ചു തുടങ്ങുമ്പോഴാണ് നാം ഇന്ന് കേട്ട കാർഡിനൽ ഫാമിലി എന്ന് പറയുന്ന ആശയം. അതൊരു ദർശനമാണ്. ആ ദർശനത്തിൻ്റെ ഈ തലമുറയിലെ പതാകവാഹകരാണ് വാസ്തവത്തിൽ ഈ കാർഡിനൽ സ്കൂള് എന്ന് കാണുന്നതിൽ എനിക്ക് വലിയ അഭിമാനവും സന്തോഷവുമുണ്ട്. ഈ കാർഡിനൽ സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ദീർഘവീക്ഷണത്തോടെ പദ്ധതികൾ തയ്യാറാക്കുന്ന മാനേജർ അച്ഛൻ പ്രിയപ്പെട്ട തോമസ് നങ്ങേലിമാലച്ഛനെയും അതുപോലെ ഇതിൻ്റെ അസിസ്റ്റൻ്റ് മാനേജറായിരിക്കുന്ന പാലാട്ടി അച്ഛനെയും ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ഈ സ്കൂള് നാടിൻ്റെ വിളക്കായി ഇനിയും നൂറ്റാണ്ടുകൾ ഇവിടെ പ്രകാശിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ ദൈവനാമത്തിൽ ഈ ജൂബിലി ആഘോഷം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ജൂബിലി 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 മംഗളങ്ങൾ ആയിരം സൂര്യ പ്രഭയാലുണരൂ മമ വിദ്യാലയമേ. ജൂബിലി 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 മംഗളങ്ങൾ. നാടിൻ നന്മകൾ സ്വപ്നം കണ്ടൊരു ധന്യപിതാവാം പാറേക്കാട്ടിൽ തൃക്കാക്കരതൻ പുണ്യഭൂമിയിൽ അറിവിൻ ദീപം തെളിയിച്ചു. ഭാഗ്യ
സ്മരണാർഹനും പുണ്യശ്ലോകനുമായ കാർഡിനൽ ജോസഫ് പാറേക്കാട്ടിൽ പിതാവ് 1976 കാർഡിനൽ വിദ്യാലയം സ്ഥാപിച്ചു. തുടർന്നു വന്ന മാനേജർമാരുടെ ദീർഘവീക്ഷണവും അർപ്പണ മനോഭാവവുമാണ് കാർഡിനൽ വിദ്യാലയത്തെ ഇന്നും തൃക്കാക്കരയുടെ ഹൃദയത്തുടിപ്പായി നിലനിർത്തുന്നത്. We are blessed to have Reverend Monsignor Varghese Naliat, the former manager of our school, to grace this occasion and to commemorate our founder, Cardinal Joseph Parekattil. പിതാവിന്റെ സ്മരണാർത്ഥം സംസാരിക്കുന്നതിനായി മോൺസിഞ്ഞോർ വർഗീസ് അച്ഛനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കാർഡിനൽ സ്കൂളിൻ്റെ ജൂബിലി ആഘോഷം അഭിവന്യ പിതാവ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. 2 അധ്യാപികമാർ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നു. നമ്മൾ 49ാമത് വാർഷികം ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. അഭിവന്യ പിതാവേ, കോർപ്പറേറ്റ് മാനേജർ ബഹുമാനപ്പെട്ട തോമസ് നങ്ങേലി മാലിയാച്ച, ബഹുമാനപ്പെട്ട അസിസ്റ്റൻറ്റ് കോർപ്പറേറ്റ് മാനേജർ ബഹുമാനപ്പെട്ട വർഗീസ് പാലാട്ടിയാച്ച, സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന മഹദ്വിദ്യകളെ, അതുപോലെ എന്നെ ശ്രവിക്കുന്ന സ്നേഹമുള്ളവരെ, ഈ സ്കൂള് 1976 തുടങ്ങിയതാണ് എന്ന് നമുക്കറിയാം. അതിൻ്റെ ജൂബിലി ആഘോഷങ്ങളാണ് നമ്മളിന്ന് അരങ്ങേറുക. ഈ സ്കൂള് തുടങ്ങിയത് അഭിവന്യ ജോസഫ് പാറേക്കാട്ടിൽ പിതാവാണ്. അദ്ദേഹത്തെ പറ്റി നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ള കാര്യങ്ങൾ അറിയുന്ന വിധത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാൻ നിയോഗിക്കപ്പെടുക. 1912 ഏപ്രിൽ മാസം 1-ാം തീയതി അങ്കമാലിക്കടുത്ത് കിടങ്ങൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം മരിച്ചത് ലിസി ആശുപത്രിയിൽ കിടന്നാണ്. 1987 ഫെബ്രുവരി 20-ാം തീയതിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം മുഴുവനും ഈ 2 തീയതികളിൽ ഉൾപ്പെട്ട് കിടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് കഴിയും. ആയിരത്തി 1939 ഓഗസ്റ്റ് മാസം 24-ാം തീയതിയാണ് അദ്ദേഹം വൈദികനായത്. അദ്ദേഹം പഠിച്ചത് കാൻഡിയിലാണ്. കാൻഡി ഇന്ന് ശ്രീലങ്കയിലാണ്, നമുക്കറിയാം. അതിന് ശേഷമാണ് അദ്ദേഹം പഠിച്ചൊക്കെ പോകുന്നതിന് ശേഷമാണ് ആ കോളേജ് പൂനെക്ക് മാറ്റിയത്. പൂനെയിൽ അതിൻ്റെ തുടർച്ച എന്ന പേരിൽ അത് ആരംഭിച്ചത്. 2 സ്ഥലത്താണ് അഭിവന്യ പിതാവ് അസിസ്റ്റൻ്റ് ആയിട്ട് ജോലി ചെയ്തത്. ഒന്ന് വടക്കൻ പറവൂരും മറ്റൊന്ന് ഞാറയ്ക്കലുമാണ്. ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ അദ്ദേഹം വികാരിയായിട്ട് ജോലി ചെയ്തിട്ടുള്ളൂ. അത് ചുണങ്ങംവേലി എന്ന് പറയുന്ന ഇടവകയിലാണ്. അതിനുശേഷം ദീർഘമായ കാലങ്ങൾ അദ്ദേഹം സത്യവത്തിൻ്റെ എഡിറ്ററായിരുന്നു. ആ എഡിറ്റർ പദവിയിലിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഹായ മെത്രാനായിട്ട് നിയമിക്കുന്നത് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കുക വളരെ നല്ലതാണ്. അതിനുശേഷം അദ്ദേഹം പല പരിപാടികളിൽ, പല വേദികളിൽ പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. തീരുമാനങ്ങളെടുക്കുന്ന വിവരങ്ങളൊക്കെ പാപ്ലാനി പിതാവ് പറഞ്ഞു. 3 കൂട്ടരെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ കാർഡിനൽ സ്കൂൾ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ
അദ്ദേഹത്തിൻ്റെ പേരിൽ അത് തുടങ്ങാൻ പാടില്ലേ എന്ന് അച്ഛന്മാർ ചോദിച്ചു. അങ്ങനെ പറഞ്ഞു, ഇവിടെ പേരിനല്ല പ്രസക്തി, ഇവിടെ സ്ഥാപനത്തിനാണ് പ്രസക്തി. അതുകൊണ്ട് ഇത് കാർഡിനൽ സ്കൂൾ എന്നറിയപ്പെടണം. ഇത് ഈ ലോകത്തിൽ മുഴുവനും എത്തിപ്പെടുന്ന ഒരു പ്രദേശമായിട്ട് മാറുകയാണ് എന്ന് പറഞ്ഞാൽ, ഈ സ്കൂളിൽ നിന്ന് 50 വർഷം കൊണ്ട് കഴിഞ്ഞു പോയവരൊക്കെ ലോകത്തിൽ പല ഭാഗങ്ങളിൽ, പല സ്ഥലങ്ങളിൽ, പല വേദികളിൽ ഒക്കെ നിലനിൽക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ 2 പ്രാവശ്യമാണ് അദ്ദേഹം CBCI പ്രസിഡൻ്റായിട്ടുള്ളത്. അതിനു മുൻപ് അദ്ദേഹം ഓറിയൻ്റൽ കോൺഗ്രിഗേഷൻ്റെ സെക്രട്ടറി ആയിരുന്നു. 2ാം വത്തിക്കാൻ കൗൺസിൽ നടക്കുമ്പോഴാണ് അദ്ദേഹം ഓറിയൻ്റൽ കോൺഗ്രിഗേഷൻ്റെ സെക്രട്ടറി ആയിട്ട് മാറുക. അതുപോലെ തന്നെ ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏതെങ്കിലും സ്ഥലത്ത് ഒരു സ്കൂൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം തുടങ്ങിയതാണ്. ഈ അതിരൂപതയിലുള്ള പള്ളികളൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ പാമ്പ്ളാനി പിതാവ് ഒരു പള്ളി വെഞ്ചരിച്ചു. പക്ഷേ അത് നിലനിന്ന പള്ളി പൊളിച്ചു പണിതതാണ്. 2-3 പള്ളികൾ ഈ ദിവസം. പള്ളികളൊക്കെ ആരംഭിച്ചത് പാറേക്കാട്ടിൽ പിതാവിൻ്റെ കാലത്ത് തന്നെയാണ്. ഈ അതിരൂപതയിലുള്ള എല്ലാ മഠങ്ങളും അദ്ദേഹം തുടങ്ങിയതാണ്. എല്ലാ സ്കൂളുകളും അദ്ദേഹം തുടങ്ങിയതാണ്. സെമിനാരികൾ അദ്ദേഹം തുടങ്ങിയതാണ്. കോളേജസ് എല്ലാം അദ്ദേഹം തുടങ്ങിയതാണ്. ITIകൾ, പ്രസ്സുകൾ, ആശുപത്രികൾ, വൈദികർക്കുള്ള താമസ സൗകര്യങ്ങൾ, ഇങ്ങനെ നീണ്ടുപോകുന്നു അദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങളുടെ പട്ടിക. ഇങ്ങനെ നീണ്ടുപോകുന്ന ആ കാലഘട്ടത്തിലൊക്കെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. സ്കൂള് അദ്ദേഹം ആരംഭിച്ചു. സ്കൂളിൽ പഠിക്കുന്നവർ ഏത് ജാതിക്കാരായാലും ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായാലും അവർക്കൊക്കെ ഒരു ലക്ഷ്യമേ ഉണ്ടാക്കാവൂ എന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തിന് ഈ സ്ഥാപനത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഈ സ്കൂള് ആരംഭിക്കുന്ന കാലത്ത് ഞാൻ വൈദികനായിട്ട് 9 കൊല്ലമായിട്ടുണ്ട്. അന്ന് ഒരുപാട് അച്ഛന്മാർ ചോദിച്ചു, സ്കൂള് തൃക്കാക്കര തന്നെ വേണമോ എന്ന്. അദ്ദേഹത്തിൻ്റെ ദീർഘമായ വീക്ഷണമാണ്, സ്കൂള് ഇവിടെ തന്നെ ആരംഭിക്കണം, ഈ സ്ഥലത്ത് തന്നെ സ്കൂള് തുടങ്ങണം. അതുകൊണ്ട് ഏത് ജാതിക്കാരൻ പഠിച്ചാലും അവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഈ സ്കൂളിൻ്റെ നേട്ടമായിട്ട് അവരൊക്കെ കാണണമെന്നുള്ള ബോധ്യമാണ്, വിശ്വാസമാണ് അദ്ദേഹത്തെ നയിച്ചത്. അദ്ദേഹത്തിൻ്റെ ദീർഘമായ വീക്ഷണം അദ്ദേഹത്തിന് ശേഷമാണ് കോർപ്പറേറ്റ് മാനേജർ ഒക്കെ, കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയൊക്കെ ഉണ്ടായത്. അത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. അതിനു മുൻപ് 3 സ്കൂളുകളാണ് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിലുണ്ടായിരുന്നത്. സെൻറ്റ് അഗസ്റ്റിൻസ് എറണാകുളത്ത്, സെൻറ്റ് മേരീസ് ആലുവയിൽ, കാർഡിനൽ സ്കൂള് തൃക്കാക്കര. ഈ 3 സ്കൂളുകളുടെയും മാനേജരായിരുന്നു ഞാൻ. അതിൻ്റെ ലോക്കൽ മാനേജരായിരുന്നു. അതിനുശേഷം ഞാൻ വികാരി ജനറലായിട്ട് നിയമിതനാകുമ്പോഴാണ് ഈ 3 സ്കൂളുകളുടെയും കോർപ്പറേറ്റ് മാനേജരായിട്ട് മാറിയത്. അതിനുശേഷം അടുത്ത കാലത്താണ് മറ്റുള്ള രൂപതക്കാരൊക്കെ പല വിധത്തിൽ ആലോചിച്ചതിന് ശേഷമാണ് അവരൊക്കെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് തുടങ്ങിയത്. പക്ഷേ എറണാകുളത്ത് ഇപ്പോഴും എറണാകുളം അതിരൂപതയിൽ പ്രധാനപ്പെട്ട സ്കൂളുകളൊന്നും നമ്മുടെ കോർപ്പറേറ്റിൽ പെട്ടതല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക നല്ലതാണ്. പക്ഷേ ഈ ഒറ്റൊരു കാര്യം, അഭിവന്യ പിതാവിന് തൃക്കാക്കര ഒരു കാർഡിനൽ സ്കൂൾ തുടങ്ങണമെന്നുള്ള അഭിവാഞ്ച ഉണ്ടായപ്പോൾ ആ അഭിവാഞ്ചയുടെ പുറകിൽ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഏറ്റവും വലിയ കാര്യം ഈ നാടിൻ്റെ നന്മ മാത്രമാണ് അദ്ദേഹം കണക്കാക്കിയത്. ആ നന്മയാണ് അദ്ദേഹത്തെ ഈ സ്കൂള് തുടങ്ങാനും
അതിനുശേഷം ഹൈസ്കൂള് തോമസ് സാറ് പ്രിൻസിപ്പളായിരിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ തുടങ്ങാനും കാരണങ്ങൾ. ഇവിടെ തൊട്ടടുത്ത് ദാറുൽ സ്കൂളുണ്ട്. അതുപോരെ എന്നുള്ള താല്പര്യമുണ്ടായിരുന്നു. അതുപോരാ എന്ന് അദ്ദേഹം തീരുമാനിക്കാൻ കാരണം ഇതൊരു വലിയ സ്ഥാപനമാണെന്നും 1000-ലധികം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്തയിൽ അദ്ദേഹം സ്കൂൾ തുടങ്ങി. സ്കൂളിൻ്റെ 50 വർഷം മുൻപ് അദ്ദേഹം തുടങ്ങിയ സ്കൂള് 50 വർഷം പൂർത്തിയാക്കി. അതിൻ്റെ ജൂബിലി അഭിയൊന്ന പിതാവ് ഉദ്ഘാടനം ചെയ്തു. 2 അധ്യാപകരെ സ്കൂളിൽ നിന്ന് വിരമിക്കുന്നുണ്ട്. സുമൻ ടീച്ചറും കൊച്ചുറാണി ടീച്ചറുമാണ്. അവർ ഈ അടുത്ത കാലത്താണ് കാർഡിനൽ സ്കൂളിലേക്ക് വന്നത്. അതിനു മുമ്പ് കോർപ്പറേറ്റ് മാനേജർ പല സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി അവസാനം അവർ ഇവിടെ വന്നു. ഇവിടെ നിന്ന് റിട്ടയർ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്കുള്ള എല്ലാവിധ നന്മകളും ആശംസകളും ഞാൻ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സുവർണ ജൂബിലിയുടെ ആഘോഷം ഉദ്ഘാടനം ഇന്ന് നടക്കുമ്പോൾ ഈ ഒരു വർഷത്തേക്കും പിന്നീടൊന്നും ഓർക്കുവാനായിട്ട് ഈ പുതിയ സന്ദേശം നൽകുന്ന ലോഗോ ഔദ്യോഗികമായിട്ട് പ്രകാശനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. കാർഡിനൽ സ്കൂൾ ഇനിയും ഒരു വൻ വൃക്ഷമായി വളരട്ടെ. ആദ്യമൊരു ഹെർബായിരുന്നു, പിന്നീട് അതൊരു ഷെർബായി, ഇപ്പോൾ അതൊരു ട്രീ ആയിട്ട് വളർന്നിരിക്കുകയാണ്. ആ ട്രീ ശാഖോപശാഖകളോടുകൂടി വൻ വൃക്ഷമായി വളർന്ന് ധാരാളം നല്ല ഫലങ്ങൾ മാത്രം പുറപ്പെടുവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ അങ്ങേയറ്റം ആശംസിക്കുകയാണ്. താങ്ക് യു ഫാദർ. ആഗതമായി ജൂബിലി വർഷം 1000 സൂര്യപ്രഭയാലുണരൂ മമ വിദ്യാലയമേ ജൂബിലി മംഗളങ്ങൾ. റെവറൻഡ് സിസ്റ്റർ അഞ്ജന വരികൾ എഴുതി റെവറൻഡ് ഫാദർ എബി ഈണം നൽകിയ ജൂബിലി ഗാനം. Here is our school choir for the rendition of the Jubilee song that represents our past, our present and the bright unwritten future ahead of us. Jubilee, Mangalangal, 1000 Surya
തെളിയിച്ചു കാടിനെന്നും സ്വർഗീയം 50 വർഷം കമനീയം കാടിനെന്നും സ്വർഗീയം 50 വർഷം കമനീയം ജൂബിലി 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 മംഗളങ്ങൾ സുന്ദര സുരവില സുഹൃതികൾ നിറയും ജ്ഞാനനികേതനമേ ജൂബിലി 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 മംഗളങ്ങൾ അക്ഷരവിത്തുകൾ ഭാഗ്യമടങ്ങിയ ഗുരുശ്രേഷ്ഠൻ